ലോക സൈനിക കരുത്തിൽ ഭാരതം 5ാം സ്ഥാനത്ത്. ഗ്ലോബൽ ഫയർ പവർ 2026 സൈനിക ശക്തി റാങ്കിംഗ് പുറത്തിറക്കുമ്പോഴാണ് ഭാരതം 5ാം സ്ഥാനത്തെത്തുന്നത്. ലോകമെമ്പാടുമുള്ള 145 രാജ്യങ്ങളുടെ സൈനിക ശക്തിയുടെ വാർഷിക റാങ്കിംഗ് ആണിത്. ആഗോള ഭൗമ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിനും സംഘർഷങ്ങൾക്കുമൊക്കെ ഇടയിൽ വരുന്ന ഈ റാങ്കിംഗ് ഒരു രാജ്യത്തിന്റെ പവർ ഇൻഡെക്സ് സ്കോറിന് കാരണമാകുന്ന 60-ലധികം ഫാക്ടേഴ്സിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. US ആണ് പട്ടികയിൽ 1ാം സ്ഥാനത്ത്. 2005 മുതൽ പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ളത് US തന്നെയാണ്. 2ഉം 3ഉം സ്ഥാനത്തുള്ളത് റഷ്യയും ചൈനയുമാണ്. ഇന്ത്യയും ദക്ഷിണ കൊറിയയും ആദ്യ 5 സ്ഥാനങ്ങളിൽ ഇടം നേടി. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ആദ്യ 5 റാങ്കിങ്ങുകളിൽ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ഈ വർഷം ഫ്രാൻസ് റാങ്കിങ്ങിൽ 6ാം സ്ഥാനത്തേക്ക് ഉയർന്നിട്ടുണ്ട്. 2025 7ാം സ്ഥാനത്തും 2024 11ാം സ്ഥാനത്തും എത്തിയ ശേഷം ഫ്രാൻസ് പട്ടികയിൽ ക്രമാനുഗതമായി മുന്നേറുകയാണ്. 2026 ജപ്പാൻ ഒരു സ്ഥാനം ഉയർന്ന് 7ാം സ്ഥാനം നേടി. 0.2211 എന്ന ഇൻഡെക്സ് സ്കോറോടെ ഇറ്റലി റാങ്കിങ്ങിൽ 10ാം സ്ഥാനം നിലനിർത്തി. അതേസമയം പാകിസ്ഥാന്റെ സൈനിക റാങ്കിംഗ് ഇടിവ് തുടരുകയാണ്. 2024 9ാം സ്ഥാനത്ത് നിന്ന് 2025 12ാം സ്ഥാനത്തേക്ക് താഴ്ന്ന പാകിസ്ഥാൻ 2026 14ാം സ്ഥാനത്തേക്ക് വീണ്ടും താഴ്ന്നിരിക്കുകയാണ്. 14.6 ലക്ഷം സജീവ സൈനികരും 11.6 ലക്ഷം കരുതൽ സൈനികരും 25.27 ലക്ഷം അർദ്ധ സൈനിക വിഭാഗങ്ങളും റഫേൽ, മിറാഷ് തുടങ്ങിയ അത്യാധുനിക യുദ്ധവിമാനങ്ങളും വിക്രാന്ത് അടക്കമുള്ള വിമാനവാഹിനി യുദ്ധ കപ്പലുകൾ അടങ്ങുന്ന വൻ പ്രതിരോധ സൈനിക സംവിധാനമാണ് നമുക്കുള്ളത്. പ്രതിരോധത്തിനായി തന്നെ 2025-26 സാമ്പത്തിക വർഷം മാത്രം 6.8 ലക്ഷം കോടിയാണ് രാജ്യം നീക്കിവെച്ചത്. കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ പിന്തുടരുന്ന വിദേശ നയവും നയതന്ത്രവും നിരന്തര യാത്രകളും ഭാരതത്തിന് ധാരാളം സുഹൃത്ത് രാഷ്ട്രങ്ങളെ സമ്മാനിക്കുകയാണ്. അമേരിക്കയും റഷ്യയും ബ്രിട്ടനും ഇസ്രയേലും ഇറാനും സൗദിയും അടങ്ങുന്ന ഈ സുഹൃത്ത് വലയം തന്നെ ഭാരതത്തിന്റെ പ്രതിരോധ ശേഷിക്ക് കൂടുതൽ കരുത്തു പകരുന്നു. അതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് പഹൽഗാം ഭീകരവാദത്തിനു ശേഷം പാകിസ്ഥാനെതിരായ ഭാരതത്തിന്റെ സൈനിക പടയൊരുക്കത്തിൽ ഈ രാജ്യങ്ങളെല്ലാം ഭാരതത്തിന് നൽകിയ പിന്തുണ. 10 വർഷം മുൻപ് ഈ സാഹചര്യമായിരുന്നില്ല. ഇത് അതിർത്തിയിൽ ആക്രമണം കാണിക്കുന്ന ചൈനയ്ക്കുള്ള താക്കീത് കൂടിയായി മാറുകയാണ്. ചുരുക്കത്തിൽ വൻ ആയുധ ശേഖരങ്ങൾ കൊണ്ട് മാത്രം പ്രതിരോധം ശക്തമാവണമെന്നില്ല. വിദേശനയ ബന്ധങ്ങളും സഖ്യങ്ങളും ഒക്കെ തന്നെയാണ് ഒരു രാജ്യത്തിന്റെ പ്രതിരോധത്തെ കൂടുതൽ കരുത്തുറ്റതാക്കുന്നത്. അവിടെയാണ് ലോക സൈനിക ശക്തിയിൽ യഥാക്രമം 2ഉം 3ഉം സ്ഥാനത്തുള്ള റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നുമൊക്കെ ഭാരതം വ്യത്യസ്തമാവുന്നത്. സ്വയം പര്യാപ്തതയ്ക്കായി മേക്ക് ഇൻ ഇന്ത്യയും ആത്മനിർഭർ ഭാരതും അഭൂതമായ വളർച്ചയും നേട്ടങ്ങളുമാണ് ഭാരതത്തിന്റെ പ്രതിരോധ മേഖല കഴിഞ്ഞ ഒരു ദശാബ്ദ കാലത്ത് കൈവരിച്ചത്. ഭാരതത്തിന്റെ ഉൽപാദന മേഖലയിലെ സുപ്രധാന ചുവടുവയ്പ്പായിരുന്നു മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ആരംഭിച്ചതിനു ശേഷം രാജ്യത്തിന്റെ പ്രതിരോധ ഉൽപാദനം അസാധാരണമായ വേഗതയിലാണ് വർദ്ധിച്ചത്. 2023-24 സാമ്പത്തിക വർഷത്തിൽ മാത്രം 1.2 ലക്ഷം കോടിയുടെ എക്കാലത്തെയും ഉയർന്ന മൂല്യത്തിലെത്തി. 1990കളുടെ തുടക്കത്തിൽ വരെ ഭാരത കരസേന ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളുടെ ഏകദേശം 70%, വ്യോമസേന സംവിധാനങ്ങളുടെ 80%, നാവികസേനയുടെ 85% സോവിയറ്റ് നിർമ്മിതമായിരുന്നു. ഇന്ന് റഷ്യൻ പ്രതിരോധ സാമഗ്രികളുടെ 2ാമത്തെ വലിയ വിപണിയാണ് ഭാരതം. 2017 ഭാരത സൈന്യം ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ ഹാർഡ്വെയറുകളുടെ ഏകദേശം 68% റഷ്യയിൽ നിന്നായിരുന്നു എങ്കിൽ പ്രതിരോധ സഹകരണം വൈവിധ്യവൽക്കരിക്കുകയും റഷ്യൻ ആശ്രയത്വം കുറയ്ക്കുന്ന സമീപനം സ്വീകരിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇന്ന് ഭാരതം. ഒരു കാലത്ത് വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന രാജ്യം ഇപ്പോൾ തദ്ദേശീയ പ്രതിരോധ ഉൽപാദനമുള്ള ഒരു ശക്തിയായി മാറി. തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് രാജ്യം അതിന്റെ സൈനിക ശക്തി ഇന്ന് വർദ്ധിപ്പിക്കുകയാണ്. ഈ മാറ്റം സ്വാശ്രയത്വത്തിനായുള്ള ഭാരതത്തിന്റെ ശക്തമായ പ്രതിബദ്ധതയെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. മേക്ക് ഇൻ ഇന്ത്യയിലൂടെ സുരക്ഷാ ആവശ്യങ്ങൾക്കായുള്ള ആയുധങ്ങൾ മാത്രമല്ല രാജ്യം ഇന്ന് നിർമ്മിച്ചെടുക്കുന്നത്, മറിച്ച് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഉതകുന്ന തരത്തിലുള്ള പ്രതിരോധ വ്യവസായം കെട്ടിപ്പടുക്കുക കൂടിയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മൻസ്.